ഈ വീഡിയോ ഒരിക്കൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ ആ വീഡിയോയുടെ കൂടെ വേറൊരു കാര്യം ഉൾപ്പെടുത്തിയോണ്ട് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തൊന്നും മൊത്തമായിട്ട് നമുക്ക് ഇടാൻ പറ്റി. മാത്രമല്ല ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെക്കുകയും ചെയ്യും. എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പോസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങ് പടക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിലെ നമ്മളെ സാധ്യതകൾ കണ്ടിട്ട് തന്നെയാണ്, അവിടുത്തെ ബെനിഫിറ്റ്സ് കണ്ടിട്ടുമാണ്. ഇതിന്റെ പിന്നാലെ നമ്മൾ ആരിറങ്ങിയാലും ക്ലിക്കാവും. പക്ഷെ ഒരു കണ്ടീഷൻ, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാതെ നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫ്രീ സമയങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ എനിക്ക് ഇതോടുള്ള ഉപകാരം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത ലൊക്കാലിറ്റിയിലൊക്കെ പെട്ട് കോൺടാക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ പരിചയത്തിലായി. നമ്മളെ ബിസിനസ്സും ചെറുതോതിൽ അതിലേക്ക് കൂടി നടക്കുന്നുണ്ട്. പറഞ്ഞു നമ്മളെന്തായാലും കടലിനക്കരെ എത്തിയിട്ടുണ്ട്. ക്രെയിൻ വന്നു, വാന് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അഡ്വഞ്ചർ ആയിട്ട് സിറ്റുവേഷനിലൊക്കെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിച്ചു കയറ്റി നമ്മളെന്തായാലും ഇപ്പുറത്തുള്ള മതിലിന്റെ ഒപ്പം ആയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഞാനെപ്പോഴും ചിന്തിക്കാറ്, നമ്മളിങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ക്രെയിൻ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല പലപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം അങ്ങനെയൊക്കെയാണ്. ഹൈറ്റ് കൂടിയ വലിയ വാഹനമായതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിന്റെ മുൻവശത്തുള്ള വാതിലേക്ക് കൂടി ഇത് കടന്നു വരില്ല. അതുകൊണ്ട് തന്നെ പിൻവശത്തെ വാതിലൂടെയാണ് വാഹനം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. വീഡിയോ കാണുന്ന നമ്മളെല്ലാ സുഹൃത്തുക്കളും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.